ഒരു വാക്യം വായിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം വായിച്ച് സഹായിച്ചാൽ. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അടുത്തത്, അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞുവെന്ന് നിങ്ങൾ അറിയാതിരിക്കരുത്. മതി. ഒരു വാക്കുകൂടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, രാവിലെ സമയത്തിനായിട്ട് സ്തോത്രം. കൂടപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ആശീർവദിക്കണം. സന്നിധി ബോധം ഞങ്ങൾക്ക് നൽകണം. തിരുവചനം ധ്യാനിക്കാൻ കൃപ നൽകണം. പുത്രനെ മഹത്വപ്പെടുത്തണം. യേശു ക്രിസ്തുവിൻ നിസ്തുല്യ നാമത്തിൽ തന്നെ. ആമേൻ. തേനിലും മധുരം വേദമല്ലാതുണ്ടോ ചൊല്ലോ. തേനിലും മധുരം വേദമല്ലാതുണ്ടോ ചൊല്ലോരാ. സശ്രദ്ധമിതിലെ സത്യങ്ങൾ വായിച്ചു ധ്യാനിക്കുകൻ തോഴാ. സശ്രദ്ധമിതിലെ സത്യങ്ങൾ വായിച്ചു ധ്യാനിക്കുകൻ. ഈ രാവിലെ സമയത്തിനായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. രാവിലത്തെ ബൈബിൾ ക്ലാസ് എടുക്കണമെന്ന് ആദരണീയ കർത്തൃദാസൻ ഓർപ്പിച്ചു. അപ്പം അദ്ദേഹം രാവിലെ പറഞ്ഞു ഗലാത്യ ലേഖനങ്ങളിൽ നിന്നാണ് പഠിപ്പിക്കുന്നത്. ഗലാത്യ ലേഖനമാണ് എടുത്തുകൊണ്ടിരുന്നതുകൊണ്ട് ഞാൻ ഗലാത്യ ലേഖനത്തിൽ നിന്ന് സംസാരിക്കുന്നില്ല. അത് ബഹുമാന്യ കർത്തൃദാസൻ ദൈവം നടത്തിപ്പോൾ തുടർന്ന് എടുക്കട്ടെ. അപ്പം ലേഖനങ്ങളിൽ നിന്നാണല്ലോ എടുക്കുന്നത് കൊണ്ട് ഞാനും അതിന് ചില കാര്യങ്ങൾ ഓർപ്പിക്കുവാൻ കർത്താവ് ആവശ്യപ്പെടുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായത്തിന്റെ 5-ാമത്തെ തിരുവെഴുത്താണ് വായിച്ചത്. വെള്ളിയാഴ്ച പകല് ഈ ഭാഗത്തോടൊന്ന് കയറി ഇറങ്ങുകയുണ്ടായി. നമുക്കറിയാം 21 ലേഖനങ്ങൾ, റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെ വിശ്വാസക്കാരുള്ള നീതീകരണമാണ് റോമാലേഖനം. ആ നീതീകരിക്കപ്പെട്ടവരുടെ വിശുദ്ധീകരണമാണ് കൊരിന്ത്യലേഖനം. അപ്പോൾ ഗലാത്യ ലേഖനം അങ്ങനെ വിശുദ്ധീകരിക്കപ്പെട്ടവർക്ക് ഉള്ള സ്വാതന്ത്ര്യത്തെ കാണിക്കുന്നതാണ് ഗലാത്യ ലേഖനം. അത് ക്രിസ്തുവിനുള്ള സ്വാതന്ത്ര്യമാണ്. അത് ദുഷ്ടതയ്ക്ക് മറവാക്കുകയും ചെയ്യരുത്. അങ്ങനെ സ്വാതന്ത്ര്യം പ്രാപിച്ച ആൾക്കാരുടെ സ്ഥാനമാനമാണ് എഫേസ്യ ലേഖനം. ആ സ്ഥാനമാനം പ്രാപിച്ച പ്രിയപ്പെട്ടവരുടെ സന്തോഷമാണ് ഫിലിപ്പിയ ലേഖനം. അങ്ങനെ ആ സന്തോഷത്തിന്റെ ആധിക്യത്താൽ നിറയുന്നവർക്ക് ഉള്ള പ്രത്യാശ ആണ് തെസ്സലോനിക്ക ലേഖനം. അങ്ങനെ പ്രത്യാശയോടെ ജീവിക്കുന്ന ദൈവമക്കൾക്കുള്ള ഉപദേശ വിഷയങ്ങളാണ് തിമോഥെയോസിന്റെ ലേഖനവും തീത്തോസിന്റെ ലേഖനം. അപ്പൊ ഇങ്ങനെ ലേഖനങ്ങളെ പറ്റി പഠിക്കുമ്പോൾ നമുക്ക് ആ സമയത്തെ ഭയപ്പെടുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 2 ലേഖനം, 1-ഉം 2-ഉം ലേഖനം. ഒറ്റവാക്കിൽ പറഞ്ഞാൽ 2 ലേഖനങ്ങളുടെയും പ്രധാനപ്പെട്ട വിഷയം ദൈവമക്കളുടെ വേർപാടും വിശുദ്ധ ജീവിതവും. 1-ാം ലേഖനത്തില് നമുക്കറിയാം 16 അധ്യായങ്ങളുണ്ട്. ഓരോ അധ്യായത്തിൽ കൂടെ ഒന്ന് കയറി ഇറങ്ങിയാല് 1-ാം അധ്യായത്തില് പ്രധാനപ്പെട്ട വിഷയത്തിൽ ഒന്ന് ഇവരുടെ ഇടയില് പക്ഷം പിടിക്കുന്നു. അപ്പലോസിന്റെ പക്ഷം, പൗലോസിന്റെ പക്ഷം, ഖേബാവിന്റെ പക്ഷം, ക്രിസ്തുവിന്റെ പക്ഷം. ഇത് പാടില്ല. ഇവിടുത്തെ എനിക്ക് അറിയത്തില്ല, എന്നോട് പറയുകയും വേണ്ട. മിക്ക സഭയിലും പക്ഷം പിടിപ്പില്ല. അപ്പൊ അത് പാടില്ല. കാശുള്ളവരെല്ലാം കൂടെ ഒരു പക്ഷം, കാശില്ലാത്തവരെല്ലാം കൂടെ ഒരു പക്ഷം, കറുത്തതെല്ലാം കൂടെ ഒരു പക്ഷം, വെളുത്തതെല്ലാം കൂടെ ഒരു പക്ഷം,
നിറമുള്ളതൊരു പക്ഷം, നിറമില്ലാത്തതൊരു പക്ഷം. ക്ലാസ് ആയതുകൊണ്ടായിരിക്കും ഒന്നും അനങ്ങാതിരിക്കുന്നത്. അങ്ങനെ തന്നെ പോട്ടെ. വിവാഹ ശുശ്രൂഷയ്ക്ക് പറയുമ്പോൾ ഇപ്പോൾ മൗനമായിരിക്കുന്നത് പോലെ. അപ്പൊ ഇങ്ങനെ പക്ഷം പിടിക്കരുത്, അത് ശരിയല്ല. എന്നാൽ ഇവരുടെ ഇടയിൽ പക്ഷം പിടിക്കുന്ന അതാണ് 1-ാം അധ്യായത്തിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഉപദേശമൊന്നും കൈകൊള്ളുന്നില്ല. അറിയാം, പക്ഷെ വലിയ താല്പര്യമില്ല ഉപദേശം. അവിടെ ഒരു പ്രയോഗമുണ്ട്, പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈകൊള്ളുന്നില്ല. സഭയ്ക്കകത്ത് എല്ലാവരും ആത്മീയരാന്ന് ധരിക്കരുത്. പ്രാകൃതനും വന്നു കയറും, ജഡീകനും വരും, ഭാവിഷ്ഠാനക്കാരനും വരും, പലരുണ്ട്. അത് വൃക്ഷത്തെ ഫലം കൊണ്ടാണല്ലോ അറിയുന്നത്. അപ്പൊ ഉപദേശം കൈക്കൊള്ളുന്നില്ല. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പൗലോസ് പറയാൻ, നിങ്ങളോട് ആത്മീയരോട് സംസാരിക്കുന്നത് പോലെ ഇപ്പൊ സംസാരിക്കാനും പറ്റുന്നില്ല. 1-ാം അധ്യായത്തിൽ ഇവരെ പറ്റി ശ്ലാഘനീയമായ നിലയിൽ പൗലോസ് പറഞ്ഞു, ഒരു കൃപാവരത്തിലും കുറവില്ല. നമ്പർ 1 സഭയാ. 1:4 എന്ന് വായിച്ചു. 1:4 ഇവരുടെ വിശേഷത. നിങ്ങൾക്ക് ക്രിസ്തുവേശുവിൽ നൽകപ്പെട്ട ദൈവകൃപ നിമിത്തം ഞാൻ എന്റെ ദൈവത്തിന് നിങ്ങളെ കുറിച്ച് എപ്പോഴും സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുവിന്റെ സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പായിരിക്കുന്നത് പോലെ അവരെ നിങ്ങൾ വിശേഷാൽ സകല വചനത്തിനും പരിജ്ഞാനത്തിനും സമ്പന്നരായി തീർന്നു. ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിനും കുറവില്ലാത്തവരായി. അപ്പോൾ ഇവര് നമ്പർ മുന്തിയ വിശ്വാസികളാണ്. നമ്പർ 1. ചെല്ലു പറയത്തില്ലേ, ഈ ഏരിയയിലെ നമ്പർ 1 സഭ ഞങ്ങളുടേതാണ്. അങ്ങനെ പറഞ്ഞാൽ അത് അങ്ങനെ വേണം. സഭയോടൊരു കൂറ് വേണം. ഞങ്ങളുടെ സഭ കഴിഞ്ഞിട്ടേ ഉള്ളു. നല്ലതാ. അപ്പൊ ഈ കൊരിന്തിലെ വിശ്വാസികളാണ് നമ്പർ 1 വിശ്വാസികളാണ്. അപ്പൊ അവരുടെ വിശേഷതയാണ് 1:4 പറയുക, നിങ്ങൾക്ക് ക്രിസ്തുവേശുവിൽ നൽകപ്പെട്ട ദൈവകൃപ നിമിത്തം ഞാൻ, പൗലോസ് പറയാം, ഞാൻ എന്റെ ദൈവത്തിന് നിങ്ങളെ കുറിച്ച് എപ്പോഴും സ്തോത്രം ചെയ്യുന്നു. മനസ്സിലാകുന്ന ഭാഷയെ പറഞ്ഞാൽ കൊരിന്തിലെ വിശ്വാസികളെ എല്ലാം ഓർക്കുമ്പോൾ പൗലോസിന് സ്തോത്രം ചെയ്യാൻ പ്രേരണയും താല്പര്യവും വർദ്ധിക്കുക. ഒരു ശുശ്രൂഷകൻ ആ സഭയിലെ വിശ്വാസികളുടെ പേര് പറഞ്ഞ് സ്തോത്രം ചെയ്യുമ്പോൾ അത് താല്പര്യം കൂടി വരണം. അങ്ങനെ കൂടാനും താല്പര്യം വർദ്ധിക്കാനും ഉതകുന്ന നിലയിലായിരിക്കണം വിശ്വാസികളുടെ സമീപന ഇടപാട്. തിരിച്ചങ്ങോട്ടും ഞങ്ങളെ ഓർക്കുമ്പോൾ നിങ്ങൾക്കും അങ്ങനെ ആയിരിക്കണം. പണ്ട് ആരോഗ്യത്തെ MP ചാക്കോസാറിനോട് പറഞ്ഞെന്നാ പറഞ്ഞത്, പാസ്റ്ററെ മാറ്റണം, കാരണം പുള്ളി ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരമാണ് പറഞ്ഞത്. 12 മണിയാകുമ്പോൾ ആ പ്രസംഗത്തിന് എഴുന്നേൽക്കുന്നത്. ദൈവകൃപയൊന്നുമില്ല, ഒരു നിർത്തത്തില്ല, സമയത്തിന്റെ കാലത്ത് നിർത്തുക. ആൾക്കാർ പല ബന്ധപ്പാടും തിരക്കുക, പോകേണ്ടതുണ്ട്, പ്രശ്നമാണ്, പുള്ളി മാറ്റണം. അതല്ല, നമ്മെ ശുശ്രൂഷിക്കുന്ന കർത്തൃദാസത്തെ ഓർക്കുമ്പോൾ നിങ്ങൾക്ക് സ്തോത്രം ചെയ്യാൻ പ്രേരണ വർദ്ധിക്കണം. തിരിച്ച് നിങ്ങളുടെ പേര് പറയുമ്പോൾ ഞങ്ങൾക്കും അങ്ങനെ പ്രേരണ വർദ്ധിക്കണം. ഞാൻ ഉദാഹരണ സഹിതമാണ് പറയുന്നത്, എന്നും മുതിരുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് ക്രിസ്തുവേശുവിൽ നൽകപ്പെട്ട ദൈവകൃപ നിമിത്തം ഞാൻ എന്റെ ദൈവത്തിന് നിങ്ങളെ കുറിച്ച് എപ്പോഴും സ്തോത്രം ചെയ്തു. ക്രിസ്തുവിന്റെ സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പായിരിക്കുന്നത്. ഇവരെ സാക്ഷ്യമുള്ളവരും ആ സാക്ഷ്യം പറയുന്നവരുമാണ്. 5 മിനിറ്റ് കൊടുത്താൽ 50 മിനിറ്റ് എടുക്കും. പപ്പം തൂവലും തൊങ്ങലും പൊടിപ്പും ഒക്കെ വെച്ച് പറയാൻ നല്ല മിടുക്കുള്ളവരുമാണ്. നിങ്ങൾ ചിലരെ ശ്രദ്ധിച്ചിട്ടില്ലേ? പേരൊന്നും പറയുന്നില്ല. പണ്ടൊരു സഹോദരി സാക്ഷ്യം പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, അങ്ങനെ രാത്രി ചാക്കിനകത്ത് കെട്ടി എന്നെ ഇങ്ങനെ ഒഴുകി, ഞാൻ ഇങ്ങനെ ഒഴുകി 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 രാത്രി മുഴുവൻ. രാവിലെ ഒരു കടവിൽ ചെന്ന് അടുത്തു, വലിച്ചു കയറ്റി. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ചെല്ല് പറയുന്നതില്ല, പുള്ളിക്കാരൻ്റെ കാര്യമാണ് അത്. ഞാൻ കണ്ട് പറയുന്നു, ഞാൻ പേരൊന്നും പറയുന്നില്ല. ചാക്കിനകത്ത് കെട്ടി, ഭയങ്കര സാക്ഷ്യമാണ്. ചാക്കിനകത്ത് കെട്ടി ഇങ്ങനെ ഒഴുകി 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 ഒഴുകി. കുറച്ചൊക്കെ ഒരു യോജിപ്പ് വേണ്ടേ? അങ്ങനെയൊക്കെ പറഞ്ഞു കളയും. ആലപ്പുഴയിൽ ഒരാൾക്ക് ജപിയോ ഞാൻ ആരംഭകാലത്ത് പ്രാർത്ഥിച്ചപ്പോൾ ഒരു ചെറിയ മുഴ സൗഖ്യമായി. ഈ കൈയിടുന്നത് ചെറിയൊരു മുഴ, നെല്ലിക്ക വലുപ്പത്തിൽ. ആ പ്രവർത്തനം കഴിഞ്ഞ് അവരുടെ പ്രവർത്തകരെ വീട് കയറിയപ്പോൾ ഇദ്ദേഹത്തെ പരിചയപ്പെട്ടപ്പോൾ നിങ്ങളുടെ സാറ് പ്രാർത്ഥിച്ചപ്പോൾ സൗഖ്യമായി. എന്തോ സൗഖ്യമായി.
ഇവിടെ ഒരു ചെറിയ മുഴയുണ്ടായിരുന്നത് സൗഖ്യമായി. അപ്പൊ അവര് പറഞ്ഞു, പത്തനംതിട്ടയിൽ ഒരു യോഗമുണ്ട്, വന്ന് സാക്ഷ്യം പറയണം. വരാതെ പറഞ്ഞു. പുള്ളി ഇതൊന്നും അറിയാത്ത ആളെ, ഇതെന്നാന്നൊന്നും അറിയാമേ. വണ്ടിക്കൂലിയും കൊടുത്തു. വിസ്തരിക്കുന്നില്ല. പുള്ളി ആലപ്പുഴയിൽ നിന്ന് പത്തനംതിട്ട ചെന്ന് ലൈറ്റും സ്റ്റേജും കണക്കും എല്ലാം കൂടെ കണ്ടപ്പോൾ ഇളകി. അപ്പൊ പുള്ളി മൈക്ക് കിട്ടിയോ പറഞ്ഞു, ഈ സാർ പ്രാർത്ഥിച്ചപ്പോൾ ഇത്രമുള്ളൊരു മുഴ. ആലപ്പുഴയിൽ നിന്ന് പത്തനംതിട്ട വന്നപ്പോൾ മുഴയുടെ വലിപ്പം. അങ്ങനെയൊക്കെ സാക്ഷി പറയുന്ന ആൾക്കാരുണ്ട്. ഇവര് നന്നായിട്ട് സാക്ഷി പറയാൻ അറിയാം. ക്രിസ്തുവിന്റെ സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പായിരിക്കുന്നത് പോലെ അവര് നിങ്ങൾ വിശേഷാൽ സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും സമ്പന്നരായി. വചനത്തിലൊക്കെ നല്ല തിട്ടമാണ്. കൊടുത്തി വിശ്വാസികൾക്ക് വചനത്തിലൊക്കെ നല്ല തിട്ടമാണ്. പാസ്റ്റർമാര് ഭൂവാക്യം വായിക്കുമ്പോഴേ നേരത്തെ മേഖലയെ കൂടെ കയറി പോകും. ഞാൻ പണ്ടൊരു സഭ ശുശ്രൂഷയ്ക്ക് വിളിച്ചപ്പോൾ വേറൊരാളെ പറഞ്ഞ അവിടെ സഹോദരിമാരില്ല, നല്ല മിടുക്കികളാണെന്ന് പറഞ്ഞു. വാക്യം വായിക്കാനൊക്കെ നല്ല മിടുക്കാണ്. എന്നിട്ട് പറഞ്ഞു, ഒരമ്മാമ നമ്മൾ ഏത് വിഷയം പ്രസംഗിച്ചാലും അമ്മാമിക്ക് അറിയാം, അമ്മാമ അവരെ വാക്യം എടുത്ത് നേരത്തെ വെക്കുമെന്ന് പറഞ്ഞു. ഞാനും പേടിച്ചാലും എന്നാണ്. ആ ഇരിപ്പൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇതായിരിക്കും അമ്മാമ എന്ന്. സൂക്ഷ്മാവ് തന്നെ ആയിരുന്നു. കുർബാന വായിച്ചപ്പോഴേ അമ്മാമ ഇങ്ങനെ വിരല എല്ലാം താളിനിടയിൽ കയറ്റുന്നതാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി ഞാൻ പറയാൻ പോകുന്ന വാക്യങ്ങളാണ് അമ്മാമ. ഞാൻ പിന്നെ വേറൊരു വശത്തൂടെ പോയി. അമ്മാമയോട് പറഞ്ഞു, അങ്ങോട്ട് ഞാൻ വരുന്നില്ല, ഞാൻ വേറെ വഴിക്ക് പോകുകയെന്ന് പറഞ്ഞു. അത് കുറ്റമല്ലി പറഞ്ഞത് അത്രയ്ക്ക് തിട്ടമാണ് വചനത്തിൽ. കേട്ടിട്ടുണ്ട്, നിങ്ങളും കേട്ടിട്ടുണ്ട്, നിങ്ങൾക്കും അറിയാം. പാസ്റ്റർമാരൊക്കെ പ്രസംഗിച്ച് നിർത്തിയിട്ട് ചില അപ്പച്ചന്മാർക്ക് പ്രാർത്ഥിക്കാൻ കൊടുക്കുമ്പോൾ പറയും, കർത്താവിൽ 9 പോയിന്റ് ഉണ്ടായിരുന്നു, നിന്റെ ദാസൻ 3 പോയിന്റേ പറഞ്ഞോളൂ, വിട്ടുപോയ ശേഷമുള്ള പോയിന്റുകൾ ഞങ്ങൾ ഇത്തരണത്തിൽ ഓർത്ത് അങ്ങനെ പോയിന്റ് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട്. നല്ല വചനതിട്ടമാണ്. അപ്പോൾ എവിടെയും പോയിന്റ് അറിയാവുന്നവരുണ്ട്. വചനത്തിലൊക്കെ നല്ല തിട്ടമുണ്ട്. അവര് നിങ്ങൾ വിശേഷ സകല വചനത്തിലൊക്കെ നല്ല പരിജ്ഞാനമാണ്. അത് നല്ലതാണ് വചന പരിജ്ഞാനം. വചനത്തിലും പിന്നെ പരിജ്ഞാനത്തിൽ നല്ല വചനതിട്ടമുള്ളവരുണ്ട്. അവര് ബൈബിള് കൊണ്ടുവരികയല്ല. എനിക്കിഷ്ടമാകരുത്, കാരണം തിട്ടമുണ്ടല്ലോ. ചിലരെ കൊണ്ടുവന്നാലും തുറക്കത്തുമില്ല. അവരെ എനിക്കിഷ്ടമാണ്, തിട്ടമുള്ളതുകൊണ്ട്. ചിലര് പിന്നെ അവർക്ക് അറിവുള്ള കാര്യം എന്തെങ്കിലും പെട്ടെന്ന് കൊണ്ടുവന്നില്ല പറഞ്ഞ തുറന്ന് ചുടനെ അടച്ചു വെക്കും. അതിന് ദോഷം ചെയ്തതുപോലെ. എനിക്ക് അങ്ങനെയുള്ളവരെ ഇഷ്ടമാണ്, കാരണം വചനത്തിൽ തിട്ടമുണ്ട്. അപ്പൊ നല്ലതുപോലെ വചനതിട്ടമുള്ളവരാ കൊരുത്ത് വിശ്വാസികൾ. അവര് നിങ്ങൾ വിശേഷിച്ചാൽ സകല വചനത്തിലും അടുത്തത് നല്ല പരിജ്ഞാനമായവർ. കൊരുത്തിന് വിശ്വാസികൾ ഇതര വിശ്വാസികളെ പോലല്ല, ഭയങ്കര പരിജ്ഞാനമുള്ളവരാണ്. അതുകൊണ്ട് പെട്ടെന്ന് കൈയടിക്കോ, ആത്മാവിലാക്കോ, അന്യഭാഷ പറയോ, നൃത്തം ചെയ്യുകയോ ഒന്നും ചെയ്യത്തില്ല. വളരെ പരിജ്ഞാനത്തോടെ യോഗത്തിലിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? നമ്മുടെ പുള്ളി അനങ്ങുന്നില്ലല്ലോ. പരിജ്ഞാനമുണ്ട്. ഈ സഭയിലെ ഏറ്റവും പരിജ്ഞാനം തങ്കച്ചൻ കിടന്ന ആളുകളെ ഗ്ലോറിയ തുടങ്ങും. തങ്കച്ചിന്റെ പരിജ്ഞാനം കൂടിയാലും കുഴപ്പമാണ്. പുസ്തകത്തിലെ പ്രമാണം ഇടത്തോട്ടും വലത്തോട്ടും പോകരുതെന്ന്. പല കണ്ടമാനം വലത്തോട്ട് പോയാലും പ്രശ്നമാണ്. അതിവിഷയത്തിൽ കൂടി 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 അവസാനം പറഞ്ഞാർക്കും വസ്ത്രം വേണമെന്ന്. ചിലർക്ക് പിടി കെട്ടി കാര്യമില്ല. അതിവിഷയത്തിൽ കൂടി വെച്ച് പറഞ്ഞു, ഏതെങ്കിലും യുഗമാണ് ആർക്ക് ഇനി പഴഞ്ഞില്ലേ, ഇത് കൂടിയാലും കുഴപ്പമാണ്. അപ്പൊ എന്തായാലും വചനത്തിൽ നല്ല തിട്ടമുണ്ട്. 1, 2 നല്ല പരിജ്ഞാനമുള്ളവരാണ് കൊരുത്ത് വിശ്വാസികൾ. ഭയങ്കര പരിജ്ഞാനം. അതുകൊണ്ട് പെട്ടെന്നൊരു കല്ലേരിയ പറയോ, കൈകടിക്കോ, ബഹളമോ, ആമയം പറയോ, എഴുന്നേറ്റ് നൃത്തം ചെയ്യോ ഒന്നും ചെയ്യത്തില്ല. വളരെ വരുമ്പോ ഒരു കല്ലേരിയ, ഇടയ്ക്ക് അതുപോലെ അന്തരീക്ഷം വരും. ഇപ്പൊ നനഞ്ഞു തീരാതിരുത്തൊരു 3 നാട്ടിലെ രീതിയാണ്. അല്ലേലിയ 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 മതി. അപ്പോൾ ഇതിന് വചനത്തിൽ തിട്ടമുണ്ട്, പരിജ്ഞാനമുണ്ട്. ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ല. സകല കൃപാവരവും വരത്തിലുണ്ട്. സകല കൃപാവരം നമ്പർ 1 സഭയല്ലേ. ഇതുപോലൊരു മുന്തിക സഭ, 1ാം കിട സഭ വേറെ കൊണ്ടിരിക്കുന്നു. സാക്ഷ്യമുള്ളവര്, സാക്ഷി പറയുന്നവര്, വചനത്തിൽ തിട്ടം പരിജ്ഞാനമുള്ളവര് ഒരു കൃപാവരത്തിലും. എന്നാൽ 2ാം അധ്യായത്തിൽ ഇങ്ങനെയുള്ള ഈ
സഭയോടെ ദൈവാത്മാവ് ഇവരെ ഒന്ന് പരിശോധിച്ചു, ഇവരുടെ ആഴം ഒന്ന് നോക്കി. 2:9 വായിച്ചു. 2:9 ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴം അറിയുന്നത്. 2:9 വായിച്ചോ. ഉടനെ എല്ലാവരും തപ്പല് വായിച്ചോ. അത് തന്നെ. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലെന്ന് എഴുതിക്കുന്നത് പോലെ തന്നെ നമുക്കോ ദൈവം തന്നെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആത്മാവ് സകലത്തെയും, സകലമല്ല സകലവും. നമുക്ക് ശകലമൊക്കെ പിടികിട്ടുള്ളൂ, ആത്മാവിന് അങ്ങനല്ല സകലവും. നമുക്ക് ശകലം പിടികിട്ടിയത് കൊണ്ടാണ് നമ്മൾ ഈ ബഹളം ഉണ്ടാക്കുന്നത്. ആത്മാവ് ശകലമെന്ന സകലത്തെയും ദൈവത്തിന്റെ ആഴത്തെയും ആരാണ്. അപ്പൊ 1-ാം അധ്യായത്തിൽ നമ്പർ 1 സഭയാ, ഒരു കൃപാവരത്തിന് കുറവില്ലാത്ത നമ്പർ 1 സഭ. 2-ാം അധ്യായത്തിൽ ഈ സഭയുടെ ആഴം പരിശുദ്ധാത്മാവെന്ന് ചിന്തിച്ചു, ആഴം ചിന്തിച്ചു. ആഴമെല്ലാം ചിന്തിച്ചേച്ച് സകലത്തെയും ഒന്ന് ചിന്തിച്ചേച്ച് ഇവരോട് പറഞ്ഞു, പിന്നെ നിങ്ങൾക്ക് കൃപാവരമൊക്കെ ഉണ്ട്, അന്യഭാഷയുണ്ട്, വെളിപ്പാടുണ്ട്, വീര്യപ്രവൃത്തിയുണ്ട്, രോഗശാന്തിയുണ്ട്, വചനപരിജ്ഞാനമുണ്ട്, ജ്ഞാനത്തിന്റെ വചനമുണ്ട്. നിങ്ങളെ അഭിനന്ദിക്കുന്നു. പക്ഷെ നിങ്ങളോട് ആത്മീയരോട് സംസാരിക്കുന്നത് പോലെ സംസാരിക്കാൻ പറ്റുന്നില്ല. 3:1 വായിക്കും. ഉറക്കെ വായിച്ചോളാമേ. എന്നാൽ സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മീകന്മാരുണ്ടെന്നത് പോലെ അല്ല, ജഡീകന്മാരുണ്ടെന്നത് പോലെ ക്രിസ്തുവിൽ ശിശുക്കളായവരോടെന്നപോലെ എത്ര ഒരു കൃപാവരത്തിന് കുറവില്ലാത്ത നമ്പർ 1 വിശ്വാസികളാണ്. 1-ാം അധ്യായത്തിൽ. 2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിന്റെ ആഴമെല്ലാം ഒന്ന് പരിശോധിച്ചു. വെള്ളമായിട്ട് നിൽക്കുകയല്ലോ. നിങ്ങളുടെ ദൃഷ്ടിയിൽ ഒരു കുഴപ്പമില്ലെന്ന് തോന്നും, പക്ഷെ ആഴം പറഞ്ഞു. നിങ്ങളും യോഗ്യമായ വസ്ത്രം ധരിച്ച് ടൈയും കോട്ടും കെട്ടിയവരുണ്ട്, വൃത്തിയുള്ള വസ്ത്രം ധരിച്ചു വന്നവരുണ്ട്, പാലും ഷർട്ട് ഇൻ ചെയ്തവരുണ്ടൊക്കെ നല്ല കാര്യം, നല്ല കാര്യം. ആത്മാവ് ആഴമല്ല വന്നാണ്. പുതിയ ഡ്രസ്സ് ധരിച്ച് വന്നവരുണ്ട്, നല്ലതായി യോഗ്യമായിട്ട് വന്ന് നന്നായിരിക്കും. വെള്ള വസ്ത്രം വളരെ നന്നായിരിക്കും. പക്ഷെ ഇവരുടെ ആഴമെല്ലാം കൂടെ അറിഞ്ഞേച്ച് പരിശുദ്ധാത്മാവ് പറയാം, പിന്നെ നിങ്ങളോട് ആത്മീയരോട് സംസാരിക്കുന്നത് പോലെ സംസാരിക്കാൻ എന്തേലും പറ. പറ്റുന്നില്ല. ഒരു ആത്മീയരല്ലേ? ആത്മീയരല്ലേ? അല്ലേ? ഒരു കൃപാവരത്തിനും കുറവില്ലെന്നല്ലേ എഴുതിയിരിക്കുന്നത്? ഒരു കൃപാവരത്തിനും കുറവില്ല, പക്ഷെ നിങ്ങളോട് ആത്മീയരോട് സംസാരിക്കുന്നത് പോലെ സംസാരിക്കാൻ പറ്റുന്നില്ല. നമ്മള് ചിലരെ പറ്റിയൊക്കെ പറയലേ, ചിലർ പ്രാർത്ഥിക്കും, കയ്യടിയും പാട്ടും പ്രാർത്ഥനയും മറുഭാഷയൊക്കെ ഉണ്ട്, പക്ഷെ പുള്ളിയോട് സംസാരിക്കുന്ന വളരെ ഇത് തന്നെ. ഇവിടെ പുള്ളി സഭയുടെ നെടും തൂണാണ്, പക്ഷെ പുള്ളിയോട് സംസാരിക്കുന്ന വളരെ പുള്ളി മുടക്കും. അതാ അമ്മാമ്മ പ്രാർത്ഥിക്കുന്ന അമ്മാമ്മ കടുക് പറക്കുന്നത് പോലെ മറുഭാഷ പറയും. അമ്മാമ്മ എപ്പോഴും പ്രയറിലേ ഇല്ല, പക്ഷെ പുള്ളിക്കാരിയോട് സംസാരിക്കുന്ന വളരെ അച്ചായൻ തന്നെ ക്ലാസ് എടുക്കുന്നതായിരുന്നു നല്ലത്. 1-ാം അധ്യായത്തിൽ ഒരു കൃപാവരത്തിന് കുറവില്ല. നല്ല കാര്യം, അഭിനന്ദിക്കുന്നു. അങ്ങനെയുള്ളവരുടെ ആഴമെല്ലാം പരിശുദ്ധാത്മാവെന്ന് മനസ്സിലാക്കിയെന്ന് പറഞ്ഞു. നിങ്ങളോട് ആത്മീയരോട് സംസാരിക്കുന്നത് പോലെ സംസാരിക്കാൻ പറ്റുന്നില്ല. അതെന്താ ഇതിന് കാരണമുണ്ട്. 3:3 വായിച്ച 3:3 ഇങ്ങോട്ട് നോക്കിയേ. നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കെ. ഞാൻ എന്തിനാ അതെല്ലാം എല്ലാം വായിക്കട്ടെ, ഇത് തന്നെ വയ്യാതിരിക്കാറുണ്ട്. നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കെ. അപ്പൊ 1-ാം അധ്യായത്തിൽ എന്തുകൊണ്ട് ഒരു കൃപാവരത്തിൽ മനസ്സിലാകുന്ന ഭാഷ, അന്യഭാഷയുണ്ട്, വെളിപ്പാടുണ്ട്, വീര്യപ്രവൃത്തിയുണ്ട്, രോഗശാന്തിയുണ്ട്, ജ്ഞാനത്തിന്റെ വചനമുണ്ട്, പരിജ്ഞാനത്തിന്റെ വചനമുണ്ട്, എല്ലാം ഉണ്ട്. കയ്യടി പാട്ടും ബഹളോ എല്ലാം ഉണ്ട്, നല്ല കാര്യം. പക്ഷെ 3:3 പറയാം, നിങ്ങളുടെ ഇടയിൽ ഇരിക്കുന്നത് ഉണ്ടോ? ഇല്ലെന്ന് പറയുന്ന നമ്മുടെ ഇന്നത്തെ ആരാധനയ്ക്ക് അനുഗ്രഹം. സ്തോത്രം.
പക്ഷേ ദൈവാത്മാവ് ആഴമെല്ലാമെന്ന് മനസ്സിലാക്കി നമ്മൾ പുറമെ നോക്കി വിധിക്കും. നിങ്ങളുടെ ദൃഷ്ടിയിൽ ഇപ്പൊ എനിക്കൊരു കുഴപ്പമില്ല, പക്ഷെ ദൈവം എന്നെ നന്നായിട്ട് അറിയുന്നു. ഞാൻ നോക്കുമ്പോൾ നിങ്ങളും യോഗ്യമായിട്ടും മാന്യമായിട്ടും വന്നിരിക്കുന്നു. എന്റെ ദൃഷ്ടിയിലൊന്നും കാണുന്നില്ല, പക്ഷെ നിങ്ങളെ അറിയുന്ന ദൈവം, നമ്മളെ എല്ലാം അറിയുന്നൊരു കർത്താവ്. അവിടുത്തെ ഉൾപ്പൂവുകളെ നിലവുകളെ ആരായുന്നവരാണ്. മൂന്നാം അധ്യായത്തിൽ പറഞ്ഞ നിങ്ങളോട് ആത്മീയരോട് സംസാരിക്കുന്നത് പോലെ ഒന്നും സംസാരിക്കാൻ പറ്റുന്നില്ലെന്ന്. കാരണം 3:3 നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും. ഈ രാവിലത്തെ ക്ലാസ്സിലെ ആരോടെങ്കിലും സഹോദരങ്ങളോടോ ചാർച്ചക്കാരോടോ സഹവിശ്വാസികളോടോ കർത്തദാസന്മാരോടോ വിശ്വാസികളോടോ മാതാപിതാക്കളോടോ സഹോദരങ്ങളോടോ ഹൃദയത്തിലെ എന്തെങ്കിലും ഈർഷ്യയും പാനയും ഒക്കെ ഉണ്ടെങ്കിൽ അത് രാവിലെ ഒന്ന് കളയണം. നമ്മൾ ഈ അധികം പോയിന്റ് കുടിക്കുന്നതിൽ നല്ലത് അകത്തിന് ചിലത് കളയണം. 50 പോയിന്റ് എടുത്തു, പക്ഷെ അകത്തുള്ളതൊന്നും പോയിന്റ് അധികം എടുത്തില്ലെങ്കിലും അകത്തൊന്ന് ശുദ്ധീകരണം നടക്കുന്നതാണ് നല്ലത്. ആന്തരിക ശുദ്ധീകരണം. ആ റെക്കോർഡിച്ച് മുമ്പോട്ട് പോകാം. ദൈവത്തിന് മഹത്വം. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇവരുടെ ഇടയില് ഈർഷ്യ പകയ പിണക്കമൊക്കെ ഇരിക്കുന്നു. 1-ാം അധ്യായത്തിൽ പക്ഷം പിടിക്കുന്നു, 2-ാം അധ്യായത്തിൽ ഉപദേശം കൈക്കൊള്ളുന്നില്ല, 3-ാം അധ്യായത്തിൽ ഈർഷ്യ പകയ പിണക്കും, 4-ാം അധ്യായത്തിൽ അറിവ് ജീവിപ്പിക്കുന്ന കണ്ണമാരി ഇരുന്ന് ചിന്തർക്ക് ഏതാണ്ടൊക്കെ അറിയാം. നമുക്ക് അങ്ങനെയൊക്കെ ചിന്തകളുണ്ട്, നമുക്കും അങ്ങനെ ചിന്തകളുണ്ട്, ഏതാണ്ടൊക്കെ അറിയാം. എന്നെ പോലെ അറിവുള്ളവർ ഇപ്പൊ ആരും ഇല്ല. ഒരാൾ പറഞ്ഞു ഇന്ത്യയിൽ ഇപ്പൊ ഞാനേ ഉള്ളത്, ആരാണെന്ന് ഞാൻ പറയാനില്ല. അല്ല, അങ്ങനത്തെ ചിന്തകൾ ചിലർക്കുണ്ടാകും. പക്ഷെ ദൈവം നമ്മെ തൂക്കി നോക്കും. ആ പഠന മാഹാത്മ്യമെല്ലാം കണ്ടേച്ച് പുള്ളിക്ക് തലയിരുന്നപ്പോ തോന്നി കനമുണ്ടെന്ന്, തൂക്കമുണ്ടെന്ന്. പുള്ളി പറഞ്ഞു ഞാൻ പഠനം തന്നെയോ തൂക്കം. പുള്ളിക്ക് തന്നെ തൂക്കം തോന്നി, കനം തോന്നി. തമ്പരാൻ അന്ന് രാത്രി തന്നെ വെച്ച് കനമുണ്ടെന്ന് പറഞ്ഞ് ഇരിക്കുകയല്ലേ, തന്റെ വെയിറ്റ് ഉണ്ട്. ഇപ്പൊ ഉള്ളതിലേക്ക് എനിക്കാം, എന്നേക്കാൾ വെയിറ്റ് ഉള്ളവർ ഈ സഭയിൽ ആരും ഇല്ല. അങ്ങനെയൊക്കെ ചിലക്ക് ചിന്ത വരും. അവരെ ദൈവം തൂക്കും. ബേൽശസ്സറിന് ഇങ്ങനെയുള്ള അഹങ്കാരം അകത്ത് കയറി കനമുണ്ടെന്ന് ചിന്തിച്ചു. എന്റെ ഭാഷ പറഞ്ഞ സ്വർഗത്തിലെ ദൈവം സഭ കൂടിയ ചില ദൂതനെ വിളിച്ചിട്ട് പറഞ്ഞാൽ ആ തൂക്കമുണ്ടെന്ന് അഹങ്കരിച്ചിരിക്കുന്നവരെ ഇന്ന് രാത്രി തൂക്കാൻ പറഞ്ഞു. വെയിറ്റ് ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്ന പുള്ളി വെയിറ്റ് കൂടിയിട്ട് സ്തോത്രം ഒന്നും പറയത്തില്ലല്ലോ, ലെലിയാന്ന് പറയരുതോ, മറ്റുള്ളവർക്ക് കൈ കൊടുക്കാനും മിണ്ടാനും ഒക്കെ വെയിറ്റ് അല്ലേ. തമ്പുരാൻ പറഞ്ഞ അവനെ ഇന്നാണ് തൂക്കിയാക്കാൻ പറഞ്ഞു. എന്റെ ഭാഷ പറഞ്ഞാൽ ദൈവം തമ്പുരാന്റെ തുലാസം, ദൈവത്തിന്റെ തുലാസം കൊണ്ട് തൂങ്ങി ആ ഒരു തട്ടയിലോട്ട് സാമ്രാട്ടിനെ പിടിച്ചു. ആ തട്ടതാണ്. ദൈവം ഒരു ദൂതനോട് പറഞ്ഞു ഞാൻ തട്ടെ കട്ടിയില്ലാൻ പറഞ്ഞു. എന്റെ ഭാഷ പറഞ്ഞ ഒരു ദൂതൻ ചെന്ന് 500 കിലോയുടെ കട്ടിൽ അന്ന് കിടക്കുന്ന സാമ്രാട്ടാണ്. തമ്പുരാൻ പറഞ്ഞ ആ കട്ടിലൊന്നും വേണ്ടെന്ന് പറഞ്ഞു. വേറെ ദൂതൻ ചെന്ന് 250, ഇല്ല കനമില്ല. 100, 50 കിലോയുടെ, ഇല്ല തൂക്കമില്ല. 10 കിലോയുടെ, ഇല്ല അത്ര കനമില്ല. നമുക്കറിവുന്ന ഇത്രയൊക്കെ ഉണ്ടെന്ന്. ചുരുക്കി പറഞ്ഞ 50 ഗ്രാമിന്റെ കട്ടി. തമ്പുരാൻ പറഞ്ഞ അതും വേണ്ട. നാട്ടിലൊക്കെ സ്വർണം തൂക്കുന്നത് മില്ലിഗ്രാം. 2 മില്ലിഗ്രാമിന്റെ കട്ടി ഇപ്പുറത്തെ തട്ടയിലിട്ടിട്ടും ദൈവത്തിന്റെ ആ മില്ലിഗ്രാമിന്റെ കട്ടി വീണ തട്ട താനത് സാമ്രാട്ട് പൊങ്ങി നിൽക്കുക. എന്റെ ശൈലി ഞാനെന്ന് പറയാം. അതുകൊണ്ട് ഭിത്തിയിലെടുത്ത് വിശുദ്ധ ആത്മാവുള്ള ദാനിയേലിനെ കൊണ്ടത് പുള്ളിയുടെ പോലെ ആടി ആകെ ബഹളമായി ചോദിച്ചത് എന്നതാണ്. ഒറ്റ വാക്ക് പറഞ്ഞു, നിന്നെ തൂക്കി നോക്കിയത്. നിന്നെ ദൈവം തൂക്കി നോക്കി. നിനക്ക് തന്നെ ഇരുന്നപ്പോൾ അഹങ്കാരം കൂടി, തൂക്കമുണ്ട്, കനമുണ്ട്, ഏതാണ്ടൊക്കെ വെയിറ്റ് ഉണ്ട്. ഞാൻ ഏതാണ്ടാ, ഞാൻ വലിയ പുള്ളിയാ, ഞാൻ എന്റെ കാര്യം ചേർത്തായി പറയുന്നത്. കൺവെൻഷന് പ്രസംഗിക്കുന്ന ആളാ, ഞാൻ വലിയ പുള്ളിയാന്നൊക്കെ അങ്ങനെയൊക്കെ ചിന്തിക്കും. അമേരിക്ക വന്നു, വരാത്തവരെ കാണുമ്പോൾ നമുക്കൊരു പുച്ഛവും നമുക്ക് തോന്നും അങ്ങനെയൊക്കെ. ഞാൻ സന്ദർഭം വന്നുകൊണ്ടൊരു കാര്യം പറയാം. ഭാഷ അല്പം മോശമാണെന്ന് എനിക്ക് പറയാം, നിങ്ങൾക്ക് അറിയാമല്ലോ, എനിക്ക് വിവരമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാനൊന്ന് പറയാം. എനിക്കിങ്ങനെയൊക്കെ കണ്ടാൽ ഞാൻ പറയും. സ്ഥലവും പേരും ഒന്നും പറയുന്നില്ല. ഒരു വണ്ടിയെ പോവുക, എന്റെ വണ്ടിയല്ല. ആ പാസ്റ്റർ അദ്ദേഹത്തിന്റെ ഭാര്യ വേറെ 2-3 സഹോദരന്മാരുണ്ട്. ഞങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ ഞാൻ അവരുടെ കൂടെ പോവായിരിക്കും. അവര് പോകേണ്ട സ്ഥലത്താണ് പോകേണ്ടപ്പോൾ അവരുടെ കൂടെ പോവുക. അന്ന് എനിക്ക് വണ്ടിയില്ല, അവരുടെ വണ്ടിയല്ല.
അത്ര ദൂരം നമുക്ക് ഫ്രീ ആയിട്ട് പോവുകയും ചെയ്യാം, പെട്ടെന്ന് ചെല്ലുകയും ചെയ്യും. എന്നെ അവർ സഹായിച്ച് കയറ്റിയിരുത്തിയത്. വണ്ടി അങ്ങോട്ട് വിട്ടപ്പം റോഡിന്റെ സൈഡിൽ കൂടെ ഒരു ദൈവദാസൻ ഒരു സഞ്ചിയൊക്കെ തൂക്കി ഒരു മുണ്ടുമൊക്കെ കൊടുത്ത് അദ്ദേഹം ലഹരിയൊക്കെ കയ്യിലുണ്ട് നടന്നു പോകും. അപ്പം കൂടെ ഇരുന്നൊരു സഹോദരൻ എനിക്ക് ഒരു പാസ്റ്ററാണ് വന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യ വണ്ടിയുടെ ഓണർ പാസ്റ്റർ പുള്ളിയുടെ ഭാര്യ തെറ്റിദ്ധരിക്കരുത്, എടുത്തവായിട്ട് പറഞ്ഞു, ഓ ഞാൻ ഇങ്ങനെ തെണ്ടി നടക്കുന്നവനാണ്. ഞാൻ പറഞ്ഞ ഭാഷ അത്ര നല്ലതല്ല, പറഞ്ഞ പദം ഞാനതുപോലെ പറയാം. ഓ ഞാൻ ഇങ്ങനെ തെണ്ടി നടക്കുന്നവനാണ്, അങ്ങനെ ഉണ്ട്. ഞാൻ പറഞ്ഞു, ബ്രദറെ വണ്ടി നിർത്തും. അപ്പൊ മറുപടി പറയാൻ ഒക്കത്തില്ല, വണ്ടി നിർത്തും. അവരുടെ വണ്ടിയാ, എന്നെ കൊണ്ടുപോകാൻ പോയില്ലേലും തിരക്കേട്ടില്ല. ഞാൻ പറഞ്ഞു അവിടെ നിർത്താൻ. പുള്ളിയും തെണ്ടിയാ, നമ്മളും തെണ്ടിയാ. അതിൽ റോഡെ നടന്ന് തെണ്ടുന്നു, നമ്മള് വണ്ടിയെ നടന്ന് തെണ്ടുന്നു. പിന്നെ അതിൽ നാട്ടിൽ തെണ്ടുന്നു, നമ്മൾ അമേരിക്കയിൽ പോയി തെണ്ടുന്നു. ഇന്ന് കേട്ടപ്പോ ചതുർത്ഥി പോലെ അയാളുടെ ഭാര്യയും തെണ്ടിയ, നമ്മുടെ ഭാര്യയും തെണ്ടിയ. അയാൾ ജിപ്പായിട്ട് തെണ്ടുന്നു, നമ്മൾ കൈ കെട്ടിപ്പോയി തെണ്ടുന്നു. അയാൾ സ്റ്റാൻഡേർഡ് കുറഞ്ഞ തെണ്ടി, നമ്മുടെ സ്റ്റാൻഡേർഡ് നിങ്ങൾക്ക് മനസ്സിലാകാതെയാണ്. അഹങ്കരിക്കരുത്, മറ്റുള്ളവരെ ശ്രേഷ്ഠരായിട്ട് എണ്ണിക്കണം. നമ്മൾ ഏതാണ്ടെല്ലാം ആയി, ഏതാണ്ടെല്ലാം തികഞ്ഞു വന്നൊക്കെ എനിക്ക് നിങ്ങൾക്കൊക്കെ അങ്ങനെ ഇരിക്കുമ്പോൾ ചിന്ത വരും. അതെല്ലാം അകത്ത് നിന്ന് കളയണം. ഇവിടെ നല്ലതുപോലെ അറിയുന്നൊരു കർത്താവ്. ഈ സാമ്രാജ്യത്തിന് ചിന്ത വന്ന് എനിക്ക് കനമുണ്ട്, തൂക്കമുണ്ട്. തമ്പുരാൻ പറഞ്ഞു ഇന്ന് രാത്രി ഇവനെ തൂക്കുക. അതുകൊണ്ടാണ് വിധിയെടുത്തവനെ കാര്യത്തിന്റെ അർത്ഥമാണിത്. പറഞ്ഞതിന്റെ സാരമിത, നീ അഹങ്കരിച്ച് തൂക്കമുണ്ട് ദൈവമുണ്ടെന്ന് പറഞ്ഞ് നീ അഹങ്കരിച്ചപ്പോ ദൈവം നിന്നെ തൂക്കി. നിനക്കൊരു കനമുണ്ട് ദൈവത്തിന് കൊടുത്തു. ഈ രാവിലെ എന്നെ കേൾക്കുന്ന പ്രിയരെ, നമുക്ക് നമ്മളെ ഒന്ന് ശോധന ചെയ്യണം. ഈ ക്ലാസ് നമ്മളെ ഒന്ന് അടുത്തിരിക്കുന്നവരെ ആരെയും വിധിക്കണം, അടുത്തിരിക്കുന്നവരെ ഒന്നും വിധിക്കണം. ക്ലാസ് കഴിഞ്ഞ് പറയാൻ പുള്ളിക്ക് കണക്കിന് കിട്ടി കേട്ടോ, വേണ്ട 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 പണ്ട് അമ്മ പൊങ്ങിനെ താഴ്ച ചെയ്തതുപോലെ ഉപദേശിച്ച് എന്നെ പൊങ്ങിനെ താഴ്ച ചെയ്യുന്ന പ്രസംഗിച്ചുകൊണ്ടിരിക്കും. അത് ഭാഷ ഞാൻ ചില ദൂത് എന്റെ പുറകിരിക്കുന്നവരുടെ അപ്പൊ അങ്ങ് താനും പുറകെ. എനിക്കറിയാമല്ലോ സഭയിലുള്ളവർ ആരൊക്കെയാണ്. അപ്പൊ ചില ദൂത് പുറകെ, അതുകൊണ്ട് ഞാൻ ചില ദൂത് എന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നവർക്ക് ഞാൻ അതുകൊണ്ട് പുറകോട്ട് വിടാതെ വേണ്ട വേണ്ട വേണ്ട. നമുക്കുള്ളത് ഈ ഉൽപ്പത്തി പുസ്തകം 44:11 ഒരു വാക്യമുണ്ട്. ഓരോരുത്തർ താൻ താന്റെ ചാക്കഴിച്ചെന്ന് വായിച്ചേ. 44:11 ഉറക്കെ വായിച്ചു. എന്നാ പേടിയാണ്. അവര് ബന്ധപ്പെട്ട് ചാക്ക് നിലത്തിറക്കി ഓരോരുത്തർ താൻ താന്റെ ചാക്ക്. അത് നടക്കണം, അതാണ് നടക്കണ്ടേ. ഓരോരുത്തർ നമ്മുടെ എല്ലാം ഒരു പ്രകൃതി. നമുക്ക് അകത്തിരിക്കുന്നവന്റെ ചാക്കഴിച്ചു, അതിനകത്ത് എന്തെല്ലാം വിഷമത്തുണ്ടെന്ന് കണ്ടുപിടിക്കാനാണ്. അതിനകത്ത് ആക്രി വല്ലതും ഉണ്ടോ, തുരുമ്പ് പിടിച്ചോ വല്ലതും ഉണ്ടോ. അവന്റെ ചാക്കിനകത്ത്, നമ്മുടെ ചാക്കിനകത്ത് മുഴുവൻ ആക്രിയാണ്. 50 വർഷമായിട്ട് യാത്രയായിട്ടാണ് നമ്മൾ എത്ര പ്രാവശ്യം നിനക്ക് സെറ്റ് ഉണ്ടായി, ഈ തുരുമ്പെല്ലാം ഉണ്ടായി. മനസ്സിലാവുന്നുണ്ടോ? എന്നാൽ നമുക്ക് അവന്റെ ചാക്കിനകത്ത് എന്നതൊക്കെയാണെന്നുള്ളത് നമുക്ക് അത് നല്ല ശീലമല്ല. നമുക്ക് നമ്മുടെ ചാക്കടിക്കണം. നമ്മുടെ യാത്രയ്ക്ക് തടസ്സമായിട്ട് ജീവിതയാത്രയ്ക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുത്ത് കളഞ്ഞ് യാത്ര സുഖമാണ്. അതെ, ഓടിച്ചു മുമ്പോട്ട് നിർത്താം. കർത്താവ് എന്ന് പറഞ്ഞ ഞാൻ ആ വചനത്തെ ചിലരൊക്കെ ധ്യാനിക്കുന്നുകൊണ്ട് ശ്രദ്ധിക്കുന്നുകൊണ്ട് വചനത്തിന്റെ പ്രകാശനത്തോടെ അത് വചനത്തിന്റെ പ്രകാശപ്രദമൊക്കെ അതുകൊണ്ട് ആട്ടെ. 4-ാം അധ്യായത്തിൽ അറിവിച്ച് കേൾപ്പിക്കുന്നു. 5-ാം അധ്യായത്തില് ജാതികളുടെ ഇടയിൽ പോലും ഇല്ലാത്ത കാര്യങ്ങൾ നടക്കുന്നു. 6-ാം അധ്യായത്തിൽ വ്യവഹാരം, പുറത്ത് കേസിനും പഴക്കിനും കോടതിയെ സമീപിക്കുന്നു. നിങ്ങൾക്കൊരു വ്യവഹാരം ഉണ്ടായി ഇവിടെ ഉണ്ടല്ലോ ആൾക്കാര്, വചനപരിജ്ഞാനമുള്ളവർ, കൃപയുള്ളവർ, പക്വതയുള്ളവർ, പ്രായമുള്ളവർ, തന്മയത്വമുള്ളവർ, ശുശ്രൂഷയ്ക്ക് തിരുത്തം വന്ന ഇതിനകത്തുണ്ട്. നിങ്ങളിതിനെ കൊണ്ട് വെളിയിൽ കൊണ്ട് കേസിനും പഴക്കിനും പോകുന്നേ ഇതിനകത്ത് തീർക്കാൻ. 7-ാം അധ്യായത്തിൽ കുടുംബ പ്രശ്നം, അതാ പരിഹരിക്കുന്നത്. കൊടുത്തിട്ട് 1-7 കുടുംബ പ്രശ്നം.
ഭാര്യ എങ്ങനെ ആയിരിക്കണം, ഭർത്താവ് എങ്ങനെ ആയിരിക്കണം, മക്കൾ എങ്ങനെ ആയിരിക്കണം, മാതാപിതാക്കൾ എങ്ങനെ ആയിരിക്കണം, കർക്കശമായ ഉപദേശം. 8-ാം അധ്യായത്തിൽ വിഗ്രഹാർപ്പിത വിഷയമാണ്. തിന്നാമോ തിന്നാൻ പാടില്ലയോ, തിന്നാമെന്ന് ചിലര് തിന്നരുതെന്ന്, ചില പറഞ്ഞ എല്ലാം തിന്നാം, ചില പറഞ്ഞ സ്വാതന്ത്ര്യത്തോടുകൂടി ഭക്ഷിക്കുന്നതിൽ ഒന്നും പറഞ്ഞിട്ടാണ് തർക്കമാണ്. ബലഹീനനുണ്ട്, ബലമുള്ളവനുണ്ട്, ആരും പ്രശ്നമാണ് വീട്ടില്. സ്തോത്രം. അതെ, 9-ാം അധ്യായത്തിൽ ഇതെല്ലാം പറഞ്ഞ പൗലോസിന്റെ അപ്പോസ്തലത്വത്തെ ചോദ്യം ചെയ്യുക. ഇതൊക്കെ പറയാൻ ഇയാൾ ആരാ? ഞങ്ങൾ ഉണ്ണുണ്ണി സാറിന്റെ കാലത്ത് ഇതിനകത്ത് എഴുതിയ താനാരാ ഇതൊക്കെ? കുക്കുസാഹിബ് ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഉറങ്ങിയിട്ടുണ്ടെന്ന്. ആയിക്കോട്ടെ, സാറപ്പറ്റ കിടന്ന കട്ടിൽ ഇപ്പോഴും നല്ല കാര്യം. ഇതൊക്കെ പറയും ഇയാളാരാ? പൗലോസിനോട്. പുള്ളി യേശുവിനെ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ യേശുവിനോട് 3.5 കൊല്ലം. പിന്നെ ഇതൊക്കെ പറയുന്ന ആരാരാ? അതാ പൗലോസിന്റെ അപ്പോസ്തലത്വത്തെ ചോദ്യം ചെയ്യും. 10-ാം അധ്യായത്തിൽ അവൻ വിഗ്രഹാർപ്പിതം ഭക്ഷിച്ച വിഷയമാണ്. 11-ാം അധ്യായത്തിൽ ഫാഷൻ, 2 വിഷയമാണ്. ഫാഷനും തിരുമേശും. ലോകത്തിൽ ഏത് ഫാഷൻ ഇറങ്ങിയാലും അത് സഭയ്ക്കകത്തുകൊണ്ട് പ്രദർശിപ്പിക്കുക. അതാണ് 11. എനിക്ക് തോന്നുന്നത് ഫാഷനും മോഡേണിസത്തിനൊക്കെ പേര് കിട്ടുന്നത് പാരീസ് ആയിരുന്നെന്നാ തോന്നുന്നല്ലോ. നിങ്ങൾ ഈ ലോകത്തിലല്ലേ? പാരീസ് ഇപ്പോഴങ്ങനെ വേറെ, പണ്ട് പാരീസ് അല്ലെ? പണ്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പാരീസിന് പണ്ടൊക്കെ അങ്ങനെ ചോദിക്കും. കേട്ടിട്ടുണ്ട് നെഹ്റുവിന്റെ സൂട്ടെല്ലാം പാരീസിനായിരുന്ന. മോത്തിലാൽ നെഹ്റു തന്റെ മകനെ സൂട്ട് അത് ഒന്നിട്ടേച്ച് ഉടനെ എല്ലാം വൃത്തിയാക്കുമെന്നാണ്. നമ്മൾ ഒന്നിട്ടേച്ച് എത്ര വർഷം കഴിഞ്ഞാൽ പിന്നെ കഴിയുന്നില്ലല്ലോ. പിന്നെ എല്ലാവരുടെയും കാര്യമല്ല. ഓ, അത് അതിന് മോത്തിലാൽ നെഹ്റു നമ്മളാരാ അതുകൊണ്ട്. അപ്പം 11-ാം അധ്യായത്തിൽ ലോകത്തിൽ ഏത് ഫാഷൻ ഇറങ്ങിയാലും അത് സഭയ്ക്കകത്ത് കൊണ്ട് പ്രദർശിപ്പിക്കും. സൺഡേ വർഷിപ്പ് ഡ്രസ്സിന്റെ പ്രൗഢി കാണിക്കാനല്ല, അല്ലല്ല, അതിനല്ല സൺഡേ. കോടുകുളങ്ങി IPS ഷൗമീർ സാർ ഉണ്ടായിരുന്നു. പുള്ളി അധ്യാപകനാണ്, നല്ല ജ്ഞാനമുള്ളയാളാണ്. അദ്ദേഹം പറയുന്നത്, അനീഷെ സൺഡേയുടെ സിസ്റ്റർ അല്ല മൺഡേയുടെ സിസ്റ്റർ. എന്നോട് പറയുമായിരുന്നു എപ്പോഴും, സൺഡേയുടെ ബ്രദർ അല്ല, സൺഡേയുടെ ബ്രദർ തന്നെ ആയിരിക്കണം മൺഡേയുടെ ബ്രദർ. അതെ, 11-ാം അധ്യായത്തിൽ ഫാഷൻ. പിന്നെ 23 മുതൽ തിരുമേശയുടെ കർക്കശ ഉപദേശം. 12-ാം അധ്യായത്തിൽ കൃപാവരങ്ങൾ നിന്നു പോയിട്ടില്ല. നിന്നൊക്കെ ചിലര് പഠിപ്പിക്കുന്നുണ്ട്. അവർക്ക് നിന്നായിരിക്കും, നമുക്ക് നിന്നിട്ടില്ല. എനിക്ക് നിന്നിട്ടില്ല. നിന്നാല് ചിലര് പറയുന്നത് തർക്കിക്കാണെന്ന് ഞാൻ ആളുമല്ല, നിന്നിന്ന അവസ്ഥകൾ പഠിപ്പിക്കുന്നത്. അതാ 12. 13-ാം അധ്യായത്തിൽ ശ്രേഷ്ഠഫലം സ്നേഹം. 14-ാം അധ്യായത്തിൽ ഈ കൃപാവരങ്ങൾ എങ്ങനെ വിനിയോഗിക്കണം, അന്യഭാഷയും പ്രവചനവും ദൂതും ഇതൊക്കെ എങ്ങനെ വിനിയോഗിക്കണം. 15-ാം അധ്യായം കർത്താവിന്റെ വരവും വിശുദ്ധന്മാരുടെ ഉയർപ്പും ആരുടെ സ്തോത്രം രൂപാന്തരമെത്തിയ 15-ാം അധ്യായം. 16-ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട വിഷയം ദശാംശവും വഴിപാടും. അതെല്ലാവർക്കും താല്പര്യമുള്ളതല്ല, അതുകൊണ്ട് തുടങ്ങില്ല. നമ്മൾ 10-ാം അധ്യായത്തിന്റെ 5 വായിച്ചു. സ്തോത്രം, അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല, അവരെ മരുഭൂമിയിൽ തെളിഞ്ഞു. അപ്പൊ ഇതിന്റെ ബാക്കി ഒക്കെ തന്നെ അടുത്ത ക്ലാസ്സിന് സമയത്ത് കൃത്യം 10:10 എന്നോട് 10:10 പറഞ്ഞ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.